എടാ ഈ 26 മോഡിഫയർ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരൂ. ഈ 26 മോഡിഫയർ എന്ന് പറയുന്നത് പ്രൊഫഷണൽ കോമ്പോണൻസിനെ കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മോഡിഫയർ ആണ്. ഇത് മോസ്റ്റ്ലി യൂസ് ചെയ്തത് ഫിസിഷ്യൻസിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻസ് വരുമ്പോഴാണ് മോസ്റ്റ്ലി നമ്മളിത് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ പറയുകയാണ് സൂപ്പർവിഷൻ ഇൻ്റർപ്രിട്ടേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ 26 മോഡിഫയർ യൂസ് ചെയ്യണം. ഇപ്പോൾ കോഡിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ അത് മെൻഷൻ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 26 മോഡിഫയർ യൂസ് ചെയ്യണം. ഇത്രയും മാത്രമല്ല, ഇതിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറെ കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട്. അതായത് ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ സൂപ്പർവിഷൻ ഇന്റർപ്രിട്ടേഷൻ പറയുകയും കോഡിൽ സൂപ്പർവിഷൻ ഇന്റർപ്രിട്ടേഷൻ പറയുമ്പോഴും നമ്മൾ 26 മോഡിഫയർ ഉപയോഗിക്കുന്ന കാര്യം ഉപയോഗിക്കേണ്ട എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഇത് തന്നെ വരുന്ന സാഹചര്യങ്ങൾ, അതായത് ക്വസ്റ്റ്യനിൽ സൂപ്പർവിഷൻ ഇന്റർപ്രിട്ടേഷൻ പറയുകയും കോഡിൽ സൂപ്പർവിഷൻ ഇന്റർപ്രിട്ടേഷൻ പറയുന്ന സാഹചര്യത്തിൽ നമ്മൾ 26 മോഡിഫയർ ഉപയോഗിക്കുന്നത് വരുന്നുണ്ട് അല്ലേ? ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പൊ അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇന്റർപ്രിട്ടേഷൻ ഒള്ളി എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടാവും. ക്വസ്റ്റ്യനിൽ സൂപ്പർവിഷൻ ഇന്റർപ്രിട്ടേഷനകത്ത് ഇന്റർപ്രിട്ടേഷൻ ഒള്ളി, അങ്ങനെ ഇന്റർപ്രിട്ടേഷൻ ഒള്ളി എന്ന് വരുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ എന്ത് ഉപയോഗിക്കണം? കോഡിന്റെ കൂടെ 26 മോഡിഫയർ എഗെയിൻ ഉപയോഗിക്കും. ഈവൻ നമ്മളുടെ ആ കോഡ് ഡിസ്ക്രിപ്ഷനിൽ സൂപ്പർവിഷൻ ഇന്റർപ്രിട്ടേഷൻ പറഞ്ഞാൽ പോലും നമ്മൾ 26 മോഡിഫയർ ഉപയോഗിക്കും. ഇനി അത് മാത്രമല്ല, നമ്മളിപ്പം എക്സാമിനേഷൻ, ഫൈൻഡിങ്സ്, ഇംപ്രഷൻ, സമ്മറി, നമ്മൾ ഈ ഇമേജിംഗ് ഗൈഡൻസിനൊക്കെ വരുന്നതില്ലേ, അതുപോലെ സമ്മറി, അതേപോലെ തന്നെ ഫിസിഷ്യൻ എക്സാമിനേഷൻ ചെയ്തു അല്ലെങ്കിൽ ഇന്റർപ്രിറ്റ് ചെയ്തു എന്ന് പറയുന്ന രീതിയിലുള്ള എന്തെങ്കിലും കമന്റ്സ് ആണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ ഉള്ളതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 26 മോഡിഫയർ ഉപയോഗിക്കാം. മാം ഇതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് തന്നെയല്ലേ 26 മോഡിഫയർ യൂസ് ചെയ്യാൻ പാടില്ലാത്ത സാഹചര്യങ്ങൾ? അതെ, അതായത് നമ്മളിപ്പോൾ നമ്മൾ പ്രൊഫഷണൽ കമ്പോണന്റ് പറയുന്ന സമയത്ത് ഇപ്പോൾ ഫിസിഷ്യൻ ഇന്റർപ്രിറ്റ് ചെയ്തിട്ട് റിസൾട്ട് പെൻഡിങ്ങിൽ വെക്കും. ഓക്കെ, അതായത് അവരത് കൺക്ലൂഡ് ചെയ്യാണ്ട് റിസൾട്ട് പെൻഡിങ്ങിന് വെക്കും. അപ്പൊ അങ്ങനെ പെൻഡിങ്ങിന് വെക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ 26 കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല അല്ലെ? അതേപോലെ തന്നെ ഇൻകൺക്ലൂസീവ് റിസൾട്ട് എന്നും പറഞ്ഞ് ക്വസ്റ്റ്യനിൽ വരാം. അപ്പൊ അതെവിടെ എന്താ അർത്ഥം? കൺക്ലൂഷൻ ആയിട്ടില്ല. അപ്പൊ അങ്ങനെ കൺക്ലൂഷൻ ആയിട്ടില്ലെങ്കിൽ നമ്മളവിടെ പേയ്മെന്റ് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. സോ അതിന്റെ സാഹചര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യേണ്ട? 26 മോഡിഫയർ കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ക്ലിയർ ആണോ?